നമസ്കാരം. ജീവിതത്തിൻ്റെ ദുഃഖദുരിതങ്ങളൊക്കെ ഓണം എത്തും മുൻപ് തന്നെ അവസാനിച്ച് സർവ്വ ഐശ്വര്യവും വന്നുചേരാൻ യോഗം കാണുന്ന 7 ഭാഗ്യ നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ ജീവിതത്തിന് ഒരു പുതുജീവൻ വന്നുചേരാൻ പോവുകയാണ് എന്ന് സംശയം കൂടാതെ പറയാം. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ വഴിയോ അല്ലാതെയോ ധനഭാഗ്യം ഇവർക്ക് പറയപ്പെടുന്നു. ഓണത്തോടനുബന്ധിച്ചുള്ള ഈ സമയം ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആഗ്രഹസിദ്ധിയും ഫലമായി പറയുന്നു. അതിനായി 7 നക്ഷത്രക്കാരും രാശിപ്രകാരം പറയുന്ന ദേവതകളെ പ്രാർത്ഥിച്ചാൽ ഫലം ഇരട്ടിയായി വന്നുചേരും. അശ്വതി നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വെണ്ണ നിവേദ്യം നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഭഗവാന് സമർപ്പിക്കുക. രോഹിണി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി 11 പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക. മകയിരം നിങ്ങളുടെ കുടുംബദൈവത്തെ പ്രാർത്ഥിക്കുക. പൂയം ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല ഭഗവാന് സമർപ്പിക്കുക. മകം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക. അത്തം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. രേവതി ചൊവ്വ ദിവസം ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. 7 നക്ഷത്രക്കാരും പറഞ്ഞിരിക്കുന്ന ദേവതകളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഭാഗ്യം അനുകൂലമാക്കി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.